ഹായ് എവ്രി വൺ, വെൽക്കം ടു ടെക്കീസ് ഓഫീസ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പാർക്ക് പ്ലഗ്സ് അപ്ഗ്രേഡ് ആണ്. സോ എൻ്റെ വണ്ടിയിൽ നോർമൽ സ്പാർക്ക് പ്ലഗ്സ് ആണ് യൂസ് ചെയ്യണത്. അതിന് ഞാൻ ഇരീഡിയം സ്പാർക്ക് പ്ലഗ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ വാങ്ങി ഓൾറെഡി. ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് NGKയുടെ സ്പാർക്ക് പ്ലഗ്സ് ആണ്, ഇരീഡിയം സ്പാർക്ക് പ്ലഗ്സ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഇരീഡിയം സ്പാർക്ക് പ്ലഗ്സിലേക്ക് പോയത് എന്നുള്ളതിൻ്റെ റീസൺ പറയാം. മറ്റേ നോർമൽ സ്പാർക്ക് പ്ലഗ്സ് ആണെങ്കിൽ അറൗണ്ട് 20,000 കിലോമീറ്റേഴ്സിൽ മാറ്റണമെന്നാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇരീഡിയം ആണെങ്കിൽ കുറേം കൂടിയും ലൈഫ് കിട്ടും, ലോങ്ങർ ലാസ്റ്റിംഗ് ആണ്. ഐ തിങ്ക് 100K കിലോമീറ്റേഴ്സിലും കൂടുതൽ ഓടും എന്നാണ് ഇരീഡിയം സ്പാർക്ക് പ്ലഗ്സിൻ്റെ ഫസ്റ്റ് സ്പെഷ്യാലിറ്റി. സെക്കൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഉണ്ടാവുന്ന ഇഗ്നീഷൻ വണ്ടിയുടെ ബെറ്റർ ആവും. ഇപ്പോൾ സിരാറ്റി ഇഗ്നീഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു ഡിവൈസാണെന്ന് അറിയാമല്ലോ, പക്ഷേ സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യണത് സ്പാർക്ക് പ്ലഗ്സ് എന്നാണ്. അപ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് മിസ്ഫയർ ഒന്നും ഇല്ലാണ്ട് എൻജിനിന് ഓടണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്പാർക്ക് പ്ലഗ്സ് തന്നെ യൂസ് ചെയ്യണം. അതിനാണ് ഇരീഡിയത്തിലേക്ക് ഞാൻ അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇതിൽ ഈ ഇരീഡിയം സ്പാർക്ക് പ്ലഗ്സ് മേടിക്കുമ്പോൾ ഞാൻ ഓൺലൈൻ വീഡിയോയിൽ കണ്ടു, ഇപ്പോൾ ഈ സ്പാർക്ക് പ്ലഗ്സിന് മറ്റേ സ്പാർക്ക് പ്ലഗിനെ കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് കൂടുതലാണ്. ഓക്കെ, സോ എസ്പെഷ്യലി ഹോണ്ട CR-Vയുടെ ഞാൻ നോക്കിയപ്പോൾ ഫേക്കായിട്ട് കുറേ സ്പാർക്ക് പ്ലഗ്സ് ഇറങ്ങുന്നുണ്ട് ഇരീഡിയമാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ NGKയും അല്ല, അത് ഫേക്കാണ്. ഓക്കെ, സോ NGKയുടെ ഇരീഡിയം സ്പാർക്ക് പ്ലഗ്സിൻ്റെ അതേ പാക്കേജിങ്ങിലും അതേ ലുക്കിലും വരുന്നത് ചെറിയ മൈന്യൂട്ട് ഡിഫറൻസസ് ആണ് അതിൽ കാണുന്നത്. അത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോഴും നമുക്ക് ചെക്ക് ചെയ്യാം. പക്ഷേ ഇപ്പം ഞാൻ വാങ്ങിയത് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ NGKയുടെ ഒഫീഷ്യൽ ഇന്ത്യ വെബ്സൈറ്റിൽ പോയിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ബാംഗ്ലൂരിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ചെക്ക് ചെയ്തിട്ട് അവരെ ഡയറക്റ്റ് മെസ്സേജ് ചെയ്തിട്ട് ആണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സോണി ഓട്ടോ ഏജൻസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ബാംഗ്ലൂരിലുള്ള ഒഫീഷ്യൽ NGK ഡിസ്ട്രിബ്യൂട്ടർ എന്നാണ് വാങ്ങിയത്. സോ അവർ പറഞ്ഞത് അവർ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്നാണ് ഇത് എടുക്കുന്നത്. സോ ആൻഡ് ദേ ആർ ലിസ്റ്റഡ് ഓൺ ദ വെബ്സൈറ്റ്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് വാങ്ങാൻ പറ്റും. അപ്പോൾ നമുക്കിത് ഇനി അൺബോക്സ് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൽ എന്താണ് ഒറിജിനൽ, എങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. When I press play, all I hear is you. And it goes like ooh, yeah, yeah. When I press play, all I hear is you. Oh, every single song tells me we're through. Yeah, but I can't turn it off 'cause it's the truth. Yeah, it's the truth. And it goes like ഓൾ റൈറ്റ്. സോ അപ്പോൾ ഞാൻ ഈ പെർട്ടിക്കുലർ സ്പാർക്ക് പ്ലഗിനെ കുറിച്ചിട്ട് കുറേ വീഡിയോസ് കണ്ടു. IZFR K11 എസ്പെഷ്യലി USA എന്നുള്ള വീഡിയോസാണ്. അതിൽ ഫേക്ക് സ്പാർക്ക് പ്ലഗ്സ് വിൽക്കുന്നതായിട്ടും അങ്ങനെ റിലേറ്റഡ് ആയിട്ട് കമ്പയർ ചെയ്യണതും ഫേക്കും റിയലും കമ്പാരിസൺ ആയിട്ടുള്ള സ്പാർക്ക് പ്ലഗ്സിനായിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട്. ആക്ച്വലി അതും ഇതും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ദ മെയിൻ റീസൺ ഈസ് അത് അസംബിൾഡ് ഇൻ USA പ്രൊഡക്റ്റും ഫേക്കിൽ മെയ്ഡ് ഇൻ ജപ്പാൻ എന്നുള്ളതുമാണ്. പക്ഷേ ഹിയർ യു ക്യാൻ സീ ഇറ്റ് ഈസ് മെയ്ഡ് ഇൻ Thailand പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് ഇമ്പോർട്ടഡ് ആൻഡ് പ്രീ പാക്ഡ് ഇൻ ഇന്ത്യ. ഇതിൽ ഇന്ത്യയിലെ കസ്റ്റമർ കെയർ നമ്പറും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ പാക്കേജിങ്ങിൻ്റെ ബേസിസിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഒറിജിനലും ഫേക്കും തമ്മിൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ഷുവർ ദാറ്റ് ഇറ്റ് ഇസ് ഒറിജിനൽ, കാരണം ഞാനിത് ഒരു ലൈക്ക് ഓതറൈസ്ഡ് റീസെല്ലർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ ഫോർ കമ്പാരിസൺ പർപ്പസിന് പോലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ അങ്ങനത്തെ വീഡിയോസിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആൻഡ് സെക്കൻഡ് ആസ്പെക്റ്റ്, ഇതിൻ്റെ ഉള്ളിൽ ചെക്ക് ചെയ്തപ്പോൾ എന്താ പറയുക, മറ്റേ ഒരു കാർബോർഡിൻ്റെ റോളാണ് വരുന്നത്, മറ്റേത് ട്രാൻസ്പെറൻറ്റ്. ഇതിൽ കാർബോർഡാണ് വന്നത്. പക്ഷെ അതും ഒരു
ഇതല്ല. പക്ഷെ വാട്ട് വി ക്യാൻ ചെക്ക് ഈസ് ദ സ്പാർക്ക് പ്ലഗ്. അതിൻ്റെ ക്വാളിറ്റി വെച്ചിട്ട് ഈസിലി നമുക്ക് ഫേക്കും ഇതും തമ്മിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഇറിഡിയം സ്പാർക്ക് പ്ലഗിൻ്റെ ടിപ്പ് ഭയങ്കര പോയിൻ്റി ആയിരിക്കും. ഫേക്ക് ആണെങ്കിൽ അത് കുറച്ചുകൂടി കട്ട് ചെയ്യണം. കാരണം ഇറിഡിയം എന്ന് പറഞ്ഞുള്ള മെറ്റലിന് നമ്മൾ ഭയങ്കര തിൻ സ്ട്രിപ്പിലും അത് അത്രയും ഇത് ഡെൻസിറ്റി ഉള്ള മെറ്റൽ ആയതുകൊണ്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ മാലറ്റ് പ്ലാറ്റിനം എന്തോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓവറോൾ ഫിറ്റ് ആൻഡ് ഫിനിഷ്. പിന്നെ ഈ എന്താണ് സ്പാർക്ക് പ്ലഗിൻ്റെ മേലെ വരുന്ന ആ ടിപ്പ് അത് കേർവ് ചെയ്തിരിക്കുന്നതും നോക്കിയാൽ കുറേയൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഫാക്ടേഴ്സ് വെച്ചിട്ട് മാത്രമേ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. എനിവേ ഐ എം ഗോയിങ് ടു ഇൻസ്റ്റാൾ ദിസ് ഇൻ മൈ കാർ നൗ. സ്പാർക്ക് പ്ലഗ്സ് റിമൂവ് ചെയ്യാൻ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വർക്ക്ഷോപ്പിൽ എത്തി. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ കവർ റിമൂവ് ചെയ്തു. ഇനി നമുക്ക് സ്പാർക്ക് പ്ലഗ്സ് ചെക്ക് ചെയ്യാം. ഞാൻ SA മോട്ടോഴ്സ് വൈറ്റ്ഫീൽഡാണ് ഉള്ളത്. ബ്രിഗേഡ് കോസ്മോപോളിസിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡിലാണ് ഗാരേജ്. Single song tells me we're through, yeah, but I can't turn it off 'cause it's the truth, yeah, it's the truth. दिखाओ वो NGK. हाँ गरम है. NGKയുടെ തന്നെയാണ്, നല്ല ചൂടുണ്ട്. ZFR6K11 തന്നെയാണ്, സെയിം തന്നെയാണ്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ടിപ്പ് കണ്ടോ, ടിപ്പ് ഓൾറെഡി പോയ മട്ടാണ്. അതിന് ടിപ്പ് ഉണ്ടായിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് കമ്പാരിസണിന് നമുക്ക് ചെക്ക് ചെയ്യാം. NGKയുടെ 6 എന്നുള്ളത് IR ആണ്, ഇരീഡിയം ആയിരിക്കും 6. പിന്നെ ZRFK11 എന്നുള്ളത് IZRFK11 ആണ്, ഇരീഡിയം വേർഷൻ. ബാക്കി ലുക്സ് പ്രിറ്റി മച്ച് സിമിലർ, സെയിം തന്നെയാണ്. 11 ആകുമ്പോൾ സെയിം ഗ്യാപ്പാണ്. അപ്പോൾ NGK തന്നെയാണ് മാറ്റണതും. ഇത് പക്ഷേ ജപ്പാനാണ് ഇതിലെഴുതിയിരിക്കുന്നത്, നമ്മുടെ തായ്ലൻഡാണ്. स्टार्ट करना है क्या? डस्ट रहेगा ना. हाँ, डस्ट जाता है. बाहर आ जाता है. ओके, ये लो मेरे हाथ में एक. गैप 11 ही है. ये अलग है, ये अलग है. हाँ, वो अलग है, ये अलग है हमारे. तो थोड़ा अलग है. हाँ, ये इरीडियम है बस. हाँ, ये अच्छा ज़्यादा. हाँ, ज़्यादा अच्छा है. पेट्रोल अच्छा. ये लास्ट करेगा मुझे लगता है. हाँ? लास्ट करेगा ज़्यादा. जाम हो रहा है. हाँ, जाम हो रहा है. ये जाम हो रहा है. हाँ, वो जाम हो रहा हाँ, है. हाँ. पूरा जाम से खुला ना. हाँ, तो
तो अच्छा किया ना मैंने रिप्लेस किया अभी. वो रश पकड़ा गया. हाँ റസ്റ്റ് थोड़ा ഇത് റസ്റ്റ് പിടിച്ചിട്ടുണ്ടെന്ന്. And it goes like ooh, ooh, yeah, yeah. When I press play, all I hear is you. Oh, every single song tells me we're through. Yeah, but I can't turn it off 'cause it's the truth. And it goes like ooh, yeah, yeah. Play, all I hear is you. Oh. ഓൾറൈറ്റ്, സോ സ്പാർക്ക് പ്ലഗ് ഇൻസ്റ്റാൾ ചെയ്തു. ഞാൻ തിരിച്ച് വീട്ടിലെത്തി. വളരെ നല്ല ഡിസിഷനായിരുന്നു ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് സ്പാർക്ക് പ്ലഗ്സ് അത്യാവശ്യം റസ്റ്റഡ് ആയിരുന്നു. അത് എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിൻ്റെ ടിപ്പ് കംപ്ലീറ്റ്ലി പോയിരുന്നു. സോ ഇൻ എ വേ എൻ്റെ വണ്ടിയുടെ ഐ എം ഗോയിങ് ടു സീ വെരി ഗുഡ് ഇമ്പ്രൂവ്മെൻറ്റ്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വണ്ടി ഒന്ന് സൈലൻ്റ് ആയ പോലെ എനിക്ക് ഫീലായി. ലൈക്ക് പിന്നെ വളരെ കുറവേ ഇപ്പോൾ ഓടിച്ചുള്ളൂ. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ എനിവേ ഐ വിൽ കീപ്പ് അപ്ഡേറ്റിംഗ് ഇതിൻ്റെ എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ്സ് വല്ലതും ഫീൽ ചെയ്യുന്നുണ്ടോ, വ്യത്യാസം ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ അപ്ഡേറ്റ് ചെയ്യും. I hope you guys like the video. If you do, please like, share and subscribe. Thank you.